ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ പടിവാതിക്കലെത്തിയല്ലേ? ആ തുടക്കം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. ബീറ്റ്റൂട്ട് കൊണ്ട് നല്ലൊരു വൈന്, വളരെ എളുപ്പമാണ് കേട്ടോ. ഈ വൈനൊന്നും ഉണ്ടാക്കാൻ അങ്ങനെ വലിയ കാര്യമൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റായിട്ട് അത്യാവശ്യം വീര്യത്തോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീറ്റ്റൂട്ട് വൈന്. 1/2 കിലോ നന്നായിട്ട് വൃത്തിയാക്കിയ ബീറ്റ്റൂട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് സാധനങ്ങൾ ചേർത്ത് പ്രഷർ കുക്കറിലൊന്ന് കുക്ക് ചെയ്യണം. വലിയ ഗ്രേറ്റർ ഇട്ടിട്ടല്ല, ചെറിയ ഗ്രേറ്റർ ഇട്ട് ദേ ഈ ഒരു പരുവമുണ്ടല്ലോ, ഈ വളരെ ചെറുതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് പ്രഷർ കുക്കറിലോട്ടാക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം നന്നായിട്ട് ചതച്ചതും വളരെ കട്ടി കുറഞ്ഞ കറുവാപ്പട്ട ആയതുകൊണ്ട് ഞാൻ 3 കഷ്ണം എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അധികം താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ 2 ചേർത്താലും മതി. പിന്നെ ഒരു 4 ഗ്രാമ്പൂവും 3 ഏലക്കായും, ചെറിയ ഏലക്ക ആയതുകൊണ്ട് 3 ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് 3/4 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ കുരുവില്ലാതെ അതിനകത്തോട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴേക്ക് പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മൾ വെയിറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്യണേ. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ തനിയെ പോയി കഴിഞ്ഞിട്ടേ അതിൻ്റെ അടപ്പ് തുറക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അത് ഇരുമ്പരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കണം. വളരെ ചെറിയ കണ്ണിയുള്ള അരിപ്പയിൽ അരിക്കുന്നതാണ് നല്ലത് കേട്ടോ. 2 ലെയറായിട്ടുള്ള ആ ഒരു വലയുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് അങ്ങ് ഞെക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പെഷറും കൂടെ അതിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ വൈനിനകത്ത് ഒരുപാട് തരികൾ കാണും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഞെക്കിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബീറ്റ്റൂട്ട് വൈനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് നല്ല കളറുള്ള ബീറ്റ്റൂട്ട് നോക്കി മേടിക്കുന്നതാണ് കേട്ടോ. ബീറ്റ്റൂട്ട് കളറുള്ളത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രുചി വ്യത്യാസമൊന്നും വരത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വൈനിന് നല്ല നിറം കിട്ടും. നല്ല നിറം കിട്ടുമ്പോഴല്ലേ വൈന് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവുന്നത്. ഇത് വൈനിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ചെയ്ത് പരിചയമുള്ളതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കണേ. വൈൻ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഇച്ചിരി വിശദമായിട്ട് അവർക്ക് സംശയം വരാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലല്ലേ അവർക്കൊരു സംശയമില്ലാതെ ധൈര്യമായിട്ട് ഓരോന്നുണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ മറ്റുള്ള കുക്കിംഗ് വീഡിയോ ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതിൻ്റെയൊക്കെ കഴിയുന്നതും ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ക്വിക്ക് റെസിപ്പീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലേലിസ്റ്റിൽ കുറേ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നത് 1/2 കിലോ പഞ്ചസാരയാണ് കേട്ടോ. ഈ 1/2 കിലോ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. പക്ഷേ ഇത്രയും പഞ്ചസാര കൊണ്ട് വൈനിന് മധുരം ഉണ്ടാവത്തില്ല കേട്ടോ. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ ചൂടൊക്കെ പോകുന്നത് വരെ അതൊന്ന് അടച്ചു വെക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുപ്പിയിലോട്ടാക്കാനായിട്ട്. നമ്മൾ കുക്ക് ചെയ്ത് ബീറ്റ്റൂട്ട് ജ്യൂസ് എടുക്കുന്ന ആ ഒരു പാത്രമുണ്ടല്ലോ, നമ്മൾ അരിച്ചെടുക്കുമല്ലോ, അപ്പം തൊട്ടുള്ള പാത്രങ്ങൾ, അരിപ്പ, ഒഴിക്കുന്നത്, ഇളക്കുന്നത്, എല്ലാ സാധനങ്ങളും നന്നായിട്ട് ഡ്രൈ ആവണേ. വെറുതെ കഴുകി തുടച്ചാൽ പോരാ. അത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ തീയുടെ മുകളിൽ കാണിച്ചിട്ട് നന്നായിട്ട് ഉണക്കുകയോ വല്ലതും ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ജ്യൂസ് അതിനകത്തോട്ട് കുപ്പിക്കകത്തോട്ട് ആക്കിയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ 1.5 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗോതമ്പാണ്. ഇതാണെന്നുണ്ടെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് ഒരു ദിവസം മുഴുവനും ഞാൻ ഫാനിൻ്റെ അടിയിൽ വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുകയാണ്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. നിങ്ങൾ വലിയ തരിയായിട്ടുള്ള ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/3 ടീസ്പൂൺ ചേർക്കേണ്ടി വരുമേ. നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഇതിനൊപ്പം ചേർത്തിളക്കിയാൽ മതി. വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തിലും ഈർപ്പം ഇച്ചിരി പോലും കാണരുതെന്നുള്ളതാണ്. അതുപോലെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ കുപ്പി അടയ്ക്കുമ്പോഴേക്കും അത് കൂടുതൽ ടൈറ്റായിട്ട് അടച്ചു വെക്കരുത്. ഒരുപാട് മുറുക്കി അടച്ചാൽ കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നുകിൽ വൈൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരിച്ചിട്ട് ഡാർക്ക് കളറുള്ള കുപ്പിയിൽ വെക്കുക. അല്ല സീത്രൂ, ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പോലത്തെ പൊട്ടുന്ന കുപ്പിയാണ്, സീത്രൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള ഒരു ടവൽ കൊണ്ട് അതങ്ങ് മൂടി വെച്ചാൽ മതിയേ. ഇത് ഗോതമ്പും ഈസ്റ്റും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഫെർമെൻറ്റ് ചെയ്യാൻ തുടങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ മണം കൊച്ചു പ്രാണികളെയൊക്കെ അട്രാക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ടവലിട്ട് മൂടിയിട്ട്, നമ്മൾ അടപ്പ് അധികം അടച്ചിട്ടുമില്ലല്ലോ, ഒരുപാട് മുറുക്കെ അടച്ചിട്ടുമില്ല. അതുകൊണ്ട് ഒരു ടവൽ, വൃത്തിയുള്ള നല്ല ഉണങ്ങിയ ഒരു ടവൽ കൊണ്ട് ഒന്ന് മൂടി കെട്ടിക്കൊടുത്തിട്ട് ഒരു ഡാർക്ക് കളറുള്ള ഒരു ടവൽ കൊണ്ട് ഇങ്ങനെ മൂടി കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടത്തിരിക്കുന്നത് പോലെ ഇരുന്നോളും. എന്നാലും നിങ്ങളിങ്ങനെ മൂടിയാൽ പോലും ഒരുപാട് അങ്ങ് വെട്ടമുള്ളിടത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു ഒഴിഞ്ഞ കോണിൽ മാറ്റി ഒരു ഇച്ചിരി ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഉള്ള ഒരു 14 ദിവസം
നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് പ്രാണികളൊക്കെ വരുന്നത് കാണാം. അത് ഇതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കണേ. ഇപ്പം ദേ അതിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ചെറുതായിട്ട് അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിപ്പം ഞാൻ ആദ്യത്തെ ദിവസം തുറന്നു കൊടുത്ത് ഇളക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ 14 ദിവസം നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 15ാമത്തെ ദിവസമാണ് നമ്മളിത് അരിച്ചു കഴിഞ്ഞിട്ട് സെക്കൻഡറി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കുന്നത്. സെക്കൻഡറി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കുന്നത് 7 ദിവസമാണ്. പിന്നെ ഇനി ഞാൻ ഒരു 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു പൈനാപ്പിൾ വൈനും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും അധികം താമസിക്കാതെ തന്നെ അടുത്ത ആഴ്ച വല്ലതും ഞാൻ അത് ഷെയർ ചെയ്യാമേ. ഇനിയുള്ളത് മിക്കതും ക്രിസ്മസിൻ്റെ വീഡിയോകൾ തന്നെയായിരിക്കും കേട്ടോ. നല്ല നല്ല റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ചാനലൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ പുതിയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മുടെ 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 15ാമത്തെ ദിവസമാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആ കുപ്പി അധികം അനക്കാതെ അതിൻ്റെ അടിയിൽ ആ ഗോതമ്പും നമ്മളെ ഈസ്റ്റിൻ്റെ ആ സെഡിമെൻസും ഒക്കെ കാണും. അത് അധികം കലങ്ങാതെ സൂക്ഷിച്ച് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ചൊഴിക്കണേ. അടിയിലത്തെ കുറച്ച് വൈന് വേസ്റ്റ് ആയാലും സാരമില്ല, അതിൻ്റെ മട്ടെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേരാതെ ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ എല്ലാം അരിച്ചു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 100 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടാമത് ചേർത്ത പഞ്ചസാരയും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതേ വലിപ്പമുള്ള വേറെ ഒരു കുപ്പി എടുത്ത് റെഡിയാക്കി വെക്കണേ. നന്നായിട്ട് കഴുകി ഉണങ്ങിയ കുപ്പി, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുപ്പി തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിമിൻ്റെ മുകളിലോ വെല്ലം വെച്ച് നന്നായിട്ട് ഡ്രൈ ആയെന്ന് ഉറപ്പായിട്ട് നമ്മൾ ആ ജ്യൂസ് എല്ലാം വീണ്ടും ഇതിനകത്തോട്ട് സെക്കൻഡറി ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോഴായാലും നമ്മൾ മുറുക്കി അതങ്ങ് അടയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അടച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് പഴയ പോലെ തന്നെ ടവലിട്ട് ഒരു റിബണോ ചരടോ വല്ലതും കൊണ്ട് കെട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇരുട്ടത്ത് ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ വെക്കണം. ഇരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വെളിച്ചമില്ലാത്ത സ്ഥലം എന്നുള്ളതേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മൊത്തം 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 22ാമത്തെ ദിവസമാണ്. ഇനിയാണെങ്കിലും അതിൻ്റെ അടിയിൽ മട്ട് പോലെ കാണും. അതുകൊണ്ട് അത് ആ കുപ്പി അധികം അങ്ങനെ കുലുക്കാതെ നല്ല ഉണങ്ങിയ ഒരു അരിപ്പയും നല്ലതായിട്ട് കഴുകി, പുതിയ തുണിയാണെങ്കിൽ പോലും കഴുകി ഉണക്കി തേച്ചെടുത്ത ഒരു തുണിയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തൊട്ടും തന്നെ തരികൾ കാണത്തില്ല. ഇനിയിപ്പം നമുക്ക് അതൊരു കുപ്പിയിലോട്ടൊന്ന് ഒഴിച്ച് വെക്കാമേ. അത് കഴിഞ്ഞിട്ട് 2 വൈൻ ഗ്ലാസ്സിലും കൂടെ ഒഴിച്ച് നിങ്ങളെ കാണിക്കാം. ക്രിസ്മസിന് വേണ്ടിയിട്ട് എല്ലാവരും വൈനും കേക്കും തയ്യാറാക്കും, റിച്ച് ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഇട്ടിരുന്നു. ഇനി അടുത്ത വീഡിയോ അതുകൊണ്ട് ഞാൻ നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അതേപോലെ സോക്ക് ചെയ്താൽ നല്ല ഒന്നാന്തരം ഒരു റിച്ച് ഫ്രൂട്ട് കേക്ക് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ അതിൻ്റെ ഇരട്ടി രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കേക്കും വൈനും മാത്രമല്ല, ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ മറക്കല്ലേ. നമ്മുടെ വൈൻ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കുന്നല്ലേ. കാണാൻ മാത്രമല്ല ടേസ്റ്റും അതുപോലെ നല്ലതാണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്